ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അതായത് ഇവല്യൂഷൻ്റെ ബാക്കി പോർഷൻ, അതായത് എവിഡൻസ് ഓഫ് ഇവല്യൂഷൻ എന്നുള്ള പോർഷൻ പഠിപ്പിക്കാനായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ സൗണ്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ ബെലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വാട്ട് ആർ ദ ഇവിഡൻസസ് ഓഫ് എവല്യൂഷൻ, അതായത് പരിണാമത്തിൻ്റെ തെളിവുകൾ എന്തെല്ലാം? ശരിക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് തെളിവുകളുണ്ട്. അതായത് ലിവിങ് ഓർഗാനിസംസ് എല്ലാം ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ ആ തെളിവുകൾ അല്ലെങ്കിൽ ആ എവിഡൻസസുകൾ നമുക്ക് പഠിക്കണം. അതിന് ഞാനിപ്പോൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 5 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പാലിയൻറ്റോളജിക്കൽ എവിഡൻസ്, രണ്ടാമത്തത് മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസ്, മൂന്നാമത്തത് ബയോകെമിക്കൽ എവിഡൻസ്, നാലാമത്തത് എവിഡൻസ് ഫ്രം ബ്രീഡിംഗ്, അഞ്ചാമത്തത് കറണ്ട് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ ഈ 5 ടോപ്പിക്കിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതിനെ ഡിവൈഡ് ചെയ്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോർഷനായ പാലിയൻറ്റോളജിക്കൽ എവിഡൻസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ എന്താണ് പാലിയൻറ്റോളജി? പാലിയൻറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോസിൽസ്. ഫോസിൽസ് എന്താണ്? ഫോസിൽസ് അല്ലെങ്കിൽ ജീവാംശങ്ങൾ, അതായത് ഒരു ലിവിങ് ഓർഗാനിസം അത് മരിച്ച് അതിൻ്റെ ഹാർഡ് പാർട്സ് അല്ലെങ്കിൽ ബോൺ റിമൈൻസ്, അതാണ് ഫോസിൽ എന്ന് നമ്മൾ പറയുന്നത്. കുറേ കാലം കഴിഞ്ഞ് നമുക്കത് കിട്ടുന്നത്, ആ ഹാർഡ് റിമൈൻസിനെയാണ് ഫോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റഡി ഓഫ് ഫോസിൽ ഈസ് കോൾഡ് വാട്ട്? പാലിയൻറ്റോളജി. അപ്പോൾ ഞാൻ പാലിയൻറ്റോളജിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഈ സ്റ്റഡി ഓഫ് ഫോസിൽ പ്ലാന്റ്സ് ആണെങ്കിൽ എന്തോ നമ്മൾ പറയും പാലിയോ ബോട്ടണി എന്ന് പറയും. സ്റ്റഡി ഓഫ് ഫോസിൽ അനിമൽസ് ആണെങ്കിൽ നമ്മൾ പാലിയോ സുവോളജി എന്ന് പറയും. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് പാലിയൻറ്റോളജി? പൊതുവേ ഉള്ളൊരു കാര്യമാണ്, നമ്മൾ എന്ത് പഠിച്ചാലും ഒരു പുതിയ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ ഫാദർ ഓഫ് ദാറ്റ് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് എപ്പോഴും എൻട്രൻസിൻ്റെ. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് പാലിയൻറ്റോളജി? ലിയാനോ ഡെവിഞ്ചി ആണ് ഫാദർ ഓഫ് പാലിയൻറ്റോളജി. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ പാലിയൻറ്റോളജി എന്ന് പറയുന്ന ഒരു ടൈറ്റിലും കൂടിയുണ്ട്. അത് ജോർജ് കുവിയറിനാണ്. എന്തുകൊണ്ട് ആ ടൈറ്റിൽ കൊടുത്തു? അതൊരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ് ലൈക്ക് റെപ്റ്റൈൽ എന്ന് പറയുന്ന എക്സ്റ്റിൻ്റ് ആയി പോയ ആ റെപ്റ്റൈലിൻ്റെ ഫോസിൽ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ജോർജ് കുവിയർ ആണ്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അനാറ്റമി, അത് നമ്മൾ ഇനി അടുത്ത് പോകുന്നതേ ഉള്ളൂ ആ പോർഷനിലോട്ട്. അപ്പോൾ ഇപ്പം ജസ്റ്റ് അത് കേട്ടിരിക്കുക. കമ്പാരിറ്റീവ് അനാറ്റമിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത് ഈ ജോർജ് കുവിയർ ആണ്. അപ്പോൾ ഞാനിനി അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് ജസ്റ്റ് കേട്ടിരിക്കുക. നമ്മുടെ NCERT-യിലൊന്നും ഒരുപാട് അതിനെ പറ്റിയിട്ട് പറയുന്നതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാണ്, അത്ര തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ എവല്യൂഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് കാണുവാണെങ്കിൽ മനസ്സിലാകും. അതായത് ഞാൻ പറഞ്ഞു എർത്ത് ഒറിജിനേറ്റ് ചെയ്തത് 4500 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ എക്സ്ട്രീംലി ഹോട്ടായിട്ടുള്ള ഒരു സർഫസ് ആയിരുന്നു. ആ സർഫസൊക്കെ പിന്നെ ഗ്രാജുവലി കൂൾ ചെയ്ത് പിന്നെ സോളിഫൈ ചെയ്ത് റോക്സ് ഫോം ചെയ്തു. ആ റോക്സിനെ പറയുന്ന പേരാണ് ഇഗ്നീഷ്യസ് റോക്സ്. ഈ ഇഗ്നീഷ്യസ് റോക്സ് കുറേ മഴയും വിൻഡും ഹീറ്റും എല്ലാം കൂടിയായിട്ട് അത് ബ്രോക്ക് ചെയ്ത് സ്മോൾ പാർട്ടിക്കിൾസായി ഈ മഴയിലൂടെയൊക്കെ പോയി സീയിലൊക്കെ പോയി വീണ് അപ്പോൾ ഈ ഓരോ റോക്സ് ഇങ്ങനെ പോകുമ്പോഴത്തേനും, ഈ സ്മാൾ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുമ്പോഴത്തേനും അവർ ഓരോ കാലത്തും ഓരോ ലെയർ ഫോം ചെയ്യാൻ തുടങ്ങി. അതായത് ഓരോ ലെയറുകൾ ഇങ്ങനെ സീയിൽ ഈ സ്മാൾ പാർട്ടിക്കിൾസിൻ്റെ ലെയേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ലെയേഴ്സ് എല്ലാം കൂടി ചേർന്ന് എന്തായി? വേറൊരു റോക്ക് പോലെയായി. ആ റോക്കിനെ പറയുന്ന പേരാണ് റോക്ക് സെഡിമെൻറ്റ്സ്. അപ്പോൾ ഈ റോക്ക് സെഡിമെൻറ്റ്സിന് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു റീസൺ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോക്ക് സെഡിമെൻറ്റ്സ് ഓരോ ലെയേഴ്സ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഓർഗാനിസത്തിൻ്റെ എന്തോ കിട്ടും, അതായത് ഫോസിൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഞാനിപ്പോൾ ഈ സെഡിമെൻറ്റ്സ് എന്നെടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഓരോ ജിയോളജിക്കൽ ടൈം പീരീഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ജിയോളജിക്കൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എർത്തിൻ്റെ ലൈഫ് സ്പാനാണ്. അതായത് എർത്തിൻ്റെ ഒറിജിൻ മുതൽ ഉള്ള ആ ഒരു ലൈഫ് സ്പാനിനെയാണ് ജിയോളജിക്കൽ ടൈം എന്ന് പറയുന്നത്. അപ്പം ഈ ജിയോളജിക്കൽ ടൈമിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എർത്ത് ജനിച്ച്, അതായത് എർത്തായിട്ട് പ്രോപ്പർലി ഫോം ചെയ്തത് മുതൽ ആ ടൈം സ്കെയിലിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇറാസ്, അതായത് യുഗങ്ങൾ.
ഈ ഇറാസിനെ പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പീരീഡ്സിനെ എപ്പോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നായിട്ട്. അപ്പോൾ എന്താ ഞാനിപ്പോൾ തിരിച്ച് ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ നിന്ന് തിരിച്ച് വരാം. അപ്പോൾ ഈ ഫോസിൽസ് അങ്ങനെ നമുക്ക് ഓരോ ജിയോളജിക്കൽ ടൈം പീരീഡും നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാൻ തുടങ്ങി. ഓരോ ലെയർ റോക്ക് സെഡിമെൻറ്റ്സ് ലെയറിൽ നിന്ന് നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത് ഓരോ സക്സസീവ് അതായത് സെഡിമെൻറ്റ് ലെയേഴ്സിൽ നിന്നും നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് വെർട്ടിബ്രാറ്റ്സ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ കിട്ടിയ ഈ വെർട്ടിബ്രാറ്റ്സ് ഉണ്ടല്ലോ, ഇവരൊക്കെ ഒരു ഇപ്പോൾ ഉള്ള അതായത് മോഡേൺ ഓർഗാനിസത്തിനെ പോലെയൊക്കെ ഇരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആ റെക്കോർഡ്സിൽ നിന്ന്, അതായത് ആ ഒരു ഒബ്സർവേഷൻസിൽ നിന്നും അതുപോലെ ഫോസിൽ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് കിട്ടാൻ തുടങ്ങി. ആ എക്സ്റ്റെൻഡ് ആയി പോയ ആ ആൾക്കാർ അല്ലെങ്കിൽ ആ സെഡിമെൻസിൽ നിന്ന് കിട്ടിയ ആ ഫോസിൽസൊക്കെ മോഡേൺ ഓർഗാനിസമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ആയി പോയ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് ദിനോസസ്. അപ്പോൾ ഈ ദിനോസസിൻ്റെ കുടുംബ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ആ ചരിത്രമാണ് നമുക്കിവിടെ പേജ് നമ്പർ 130 പിക്ചറായിട്ടൊരു പിക്ചർ കാണിക്കുന്നുണ്ട്, ഫിഗർ 7.2. അപ്പോൾ ആ ചരിത്രം എടുത്ത് നോക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ദിനോസസിൻ്റെ ഫാമിലി ട്രീയിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന പിക്ചേഴ്സൊക്കെ ഓരോ ലെയേഴ്സിൽ ഉണ്ടായിരുന്നതാണ്. ഓരോ സെഡിമെൻറ്റ് ലെയേഴ്സിലുണ്ടായ ഓരോ കാലത്തുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഈ ഫാമിലി ട്രീയിൽ വരുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ട്രൈസെറാടോപ്സ് ഉണ്ട്, തൈറാനോസോറസ് ഉണ്ട്, പിന്നെ ടെറാനോഡോൺ ഉണ്ട്, ക്രൊക്കോഡിലിയൻ ഉണ്ട്, ആർക്കിയോപ്റ്റെറിക്സ്, പിന്നെ സ്റ്റീഗോസോറസ് ഉണ്ട്, ബ്രാക്കിയോസോറസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ തെറ്റിക്കാതെ പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാനിത് തെറ്റിക്കാതെ പറയുമെന്ന്. എന്നെക്കൊണ്ട് വയ്യ. അപ്പോൾ എനിക്ക് സന്തോഷം വരുന്നു ഞാൻ ഇത്രയും വായിച്ചതിൽ. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ കാലമായി. അപ്പോൾ ഈ പേരുകളൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഈ പേരുകളൊക്കെ എന്തോ വേണം. ഇനിയിപ്പോൾ ആൾക്കാരുടെ അടുത്ത് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണാതെ പഠിച്ച് ഒരുമിച്ച് ചേർത്ത് പറഞ്ഞാൽ മതി, വല്ല തെറി പറയുന്നതെന്ന് വിചാരിക്കത്തുള്ളൂ. എന്തായിരുന്നാലും നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടോ, ക്രോക്കോഡിലീനും അതുപോലെ തന്നെ ടെറാനോഡോണും ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവരൊക്കെ ദിനോസസിൻ്റെ ഫാമിലി ട്രീയിൽ വരുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇന്ന് മോഡേൺ ഓർഗാനിസമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ ക്രോക്കോഡൈൽസും അതുപോലെ തന്നെ ചില ബേർഡ്സുകളുമായി സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതായത് എക്സ്റ്റിൻഡ് ആയി പോയി കഴിഞ്ഞ ഓർഗാനിസത്തിൻ്റെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് നമുക്ക് വേണമെങ്കിൽ പറയാം, ക്ലാസ് ലീഡർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ആൾക്കാരാണ് മോഡേൺ ഓർഗാനിസംസ്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്റ്റുഡൻസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ക്ലാസ് റെപ്പാണ് അല്ലെങ്കിൽ ക്ലാസ് ലീഡറാണ്. അതുപോലെ തന്നെ ഈ എക്സ്റ്റെൻഡ് ആയി പോയി കഴിഞ്ഞ ഓർഗാനിസത്തിന് കുറച്ച് സിമിലാരിറ്റീസൊക്കെ ആയിട്ട് സിമിലാരിറ്റീസ് ഷെയർ ചെയ്ത് കാണിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ മോഡേൺ അതായത് ഇന്നത്തെ ലൈഫിലുള്ള ഓർഗാനിസംസ് ആണ്. അതുകൊണ്ടാണ് ദിനോസേഴ്സിന് പകരം അതിന് പറ്റിയ ഒരാളാണ് ക്രൊക്കോഡൈൽസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ക്രൊക്കോഡൈലാണ് ഇവിടുത്തെ ക്ലാസ് റെപ്പ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ്? ഈ ക്രോക്കോഡൈൽസും അതുപോലെ തന്നെ ചില വേർഡ്സും ദിനോസേഴ്സിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്, ഒന്നാമത്തെ പോയിന്റ്. അതുപോലെ തന്നെ അപ്പോൾ ക്രോക്കോഡൈൽസും ദിനോസേഴ്സും അതുപോലെ വേർഡ്സും എല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നായിരിക്കണം. ഈ 2 പോയിൻറ്റ്സുമാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊന്നും ചോദിക്കത്തില്ല. പക്ഷേ ഈ ഫാമിലി ട്രീ തന്നിട്ട് ഈ പിക്ചേഴ്സ് കാണിച്ചിട്ട് അതിൻ്റെ താഴെ ഈ വായിക്കൊള്ളാത്ത പേര് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇതിൽ ആർക്കിയോപ്റ്റെറിക്സ് ഒക്കെ കുഴപ്പമില്ല, കാരണം നിങ്ങൾ ഈ ചാപ്റ്റർ പോകുമ്പോഴത്തേനും ഒരുപാട് കേൾക്കുന്നതാണ് ഈ പോർഷൻ, ഈ പേര് ആർക്കിയോപ്റ്റെറിക്സ്. ക്രൊക്കോഡിലിനൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഈ തൈറാനോസോറസും സ്റ്റീഗോസോറസും പിന്നെ ബ്രാക്കിയോസോറസ് അതൊക്കെ പറഞ്ഞു ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും ഈ പേരുകളും അതുപോലെ ആൾക്കാരെയും ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കും. ഇത് ചോദിക്കുന്നതാണ്, എൻട്രൻസിന് ചോദിക്കുന്നതാണ്, ബോർഡ് എക്സാമിന് ചോദിക്കുന്നതല്ല. അപ്പോൾ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പാരിറ്റീവ് അനാട്ടമിയാണ്, അതായത് മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസസ്. അതെന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എൻട്രൻസ് എക്സാമിനും അതെ ബോർഡ് എക്സാമിനും അതെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ, യുവർ ക്വാറന്റൈൻ ടീച്ചർ. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, കാരണം ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലയെന്ന് ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞായിരുന്നു. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, വീഡിയോയുടെ താഴെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്.